നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. പിറ്റേന്ന് ഓഫീസിലേക്ക് ശിവക്കൊപ്പം പോവുകയാണ് അനു. ശിവ വരും അവൻ്റെ ഒപ്പം ഓഫീസിൽ നീ പോകണമെന്ന് രാവിലെ അവളോട് ആൽഫി പറഞ്ഞു. എന്തിനാണെന്നോ എന്താ കാര്യമെന്നോ ഒന്നും അവൾ ചോദിച്ചില്ല. ഓഫീസിലെത്തിയതും ശിവ അകത്തേക്ക് നടന്നു. അവന് പിറകെ അനുഭവം. കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നതുകൊണ്ട് എല്ലാവരും അവളെ കണ്ട് വിഷ് ചെയ്യാനൊക്കെ തുടങ്ങി. ഒരു വരുത്തി വെച്ച ചിരിയോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവൾ സ്പീഡിൽ നടന്നു. ക്യാബിനിലേക്ക് എത്തിയതും ശിവേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുറച്ച് മടിയോടെ അവൾ ചോദിച്ചു. ഇവിടുത്തെ CEO പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുക. ഇന്ന് മുതൽ നിനക്ക് ആ സ്ഥാനം. അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കും വരെ എൻ്റെ കൂടെ ക്യാബിനിൽ നീ ഉണ്ടാവും. അതാ നിന്റെ സീറ്റ്. ആ ക്യാബിനുള്ളിൽ അവൻ്റെ സീറ്റിൻ്റെ അരികെ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളും ചെയറും ചൂണ്ടി ശിവ പറഞ്ഞതും ആനവനെ ഞെട്ടി നോക്കി. ഞാനോ? നീയല്ലാതെ ഇവിടെ വേറെ ആരുമില്ലല്ലോ. ശിവ നെറ്റിച്ചു വിളിച്ച് അവളെ നോക്കി. ഞാൻ അത് വേണ്ട ശിവേട്ട. കൂടെ നടന്നവളെയും ജോലി ചെയ്ത് ഈ സ്ഥാപനത്തെയും ഒരുപോലെ ചതിച്ചവളാ ഞാൻ. എനിക്ക് ആ കാണുന്ന സീറ്റിലിരിക്കാനുള്ള യോഗ്യതയല്ല. ദയവ് ചെയ്ത് എന്നെ തീന്ന് ഒഴിവാക്കണം ശിവേട്ടൻ. മുഖം കുനിച്ച് വിഷമത്തോടെ പറയുന്നവളെക്കാണ് ഈ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നവന്. നിന്നോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓർഡർ ഇടാനുള്ള ആളല്ല ഞാനെന്ന്. ഇത് നിന്റെ ചേട്ടൻ്റെ ഓഫീസാണ്. ഇവിടെ തീരുമാനം എടുക്കുന്നതും അവനാ. സോ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. സംസാരിക്കുക. ആരിശത്തിൽ അവളോട് അലർന്നതിനൊപ്പം അവൻ്റെ ഫോൺ ഡയൽ ചെയ്ത് അവൾക്ക് നേരം നീട്ടി. അവൻ്റെ ദേഷ്യം കണ്ട് പേടിച്ച് പോയവൾ അവൻ നീട്ടിയ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. ഹലോ അനു, നീ ജോയിൻ ചെയ്തല്ലേ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശിവ പറഞ്ഞു തരും. പിന്നെ അക്കൗണ്ടിലെ മേനൻ സാറുണ്ട്. മറുപറയുന്ന ആൽഫി അവളോട് പറഞ്ഞു. ചേട്ടായി ഞാനല്ലോ ഓഫീസിലേക്ക്. എനിക്ക് പറ്റില്ല ഇവിടെ. കിച്ചു എൻ്റെ നീയെ ഒന്നുമില്ലാതെ ഞാൻ മാത്രമേ ഇവിടെ. അത് വേണ്ട ചേട്ടായി. നീയെ താഴ്ന്ന സ്വരത്തിൽ അപേക്ഷ പോലെ അവനോട് പറഞ്ഞു നോക്കി. അനു, ക്രിസ്റ്റീനെ അവൾ ഉണ്ടാക്കി വെച്ചതൊക്കെ നീ അറിഞ്ഞതല്ലേ? അവൾ ഒരുത്തി വരുത്തിയ നഷ്ടങ്ങൾ ചെറുതല്ല. നമ്മളറിയാതെ അവളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. സോ അവൾക്ക് പകരം എനിക്കൊരാളെ അവിടെ ആവശ്യമുണ്ട്. നിനക്കറിയാലോ, ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് കമ്പനി മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എത്രയെന്ന് വെച്ചാൽ ശിവ ഒറ്റയ്ക്ക് മാരേജ് ചെയ്യുന്നേ. സോ ഞാനായി ഡിസിഷൻ എടുത്ത് ആൻഡ് യു ഹാവ് ടു ഡു ദിസ്, ഓക്കെ? ആജ്ഞ പോലുള്ള അവൻ്റെ ശബ്ദം അറിയാതെ മൂളിയപ്പോൾ. അല്ലെങ്കിലും ഏട്ടൻ പറയുന്നതനുസരിക്കുന്ന ഒരു പക്വതയുള്ള അനിയത്തിയായി മാറിയിരുന്നു. ആൽഫിയുടെ കോള് കട്ട് ചെയ്ത് തിരിഞ്ഞാനും കാണുന്നത് കൈകൾ കെട്ടി മേശപ്പുറത്ത് ചാരി നിൽക്കുന്നവനെയാണ്. അങ്ങനെ പറഞ്ഞ് കേട്ടല്ലോ? കേട്ടു. എന്നാ ഫോണിങ് തന്നിട്ട് ആ സീറ്റിൽ പോയിരി. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ശിവ കൈ അവൾക്ക് നേരം നീട്ടിയതും പതിയെ തൻ്റെ കയ്യിലേക്ക് ഫോൺ നൽകിയവൾ ഒന്നും മടിച്ചുകൊണ്ട് അവൾ കൈ ഒരുക്കിയ സീറ്റിൽ പോയിരുന്നു. പെണ്ണിന്റെ പിടച്ചിൽ കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവിടെ തന്നെ ഒളിപ്പിച്ച് ശിവയും അവൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. എന്തായി? ആൽഫി കോള് കട്ട് ചെയ്തതും അവനടുത്ത് നിന്ന് നീ ആകാംക്ഷയോട് അവനെ നോക്കി ചോദിച്ചതും ആൽഫി പുഞ്ചിരിയോട് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. നന്നായി. രണ്ടുപേരുടെ വല്ലാത്തൊരു പുകച്ചിലുണ്ട്. കുറച്ചായില്ലേ അകൽച്ച? പരസ്പരം നടത്താൽ അത് മാറും. അതിന് ഈ തന്നെയാ നല്ലേച്ചോ. പുഞ്ചിരിയോടെ നീ അവനടുത്തേക്ക് വന്ന് പറഞ്ഞു. അനുവും ശിവയും തമ്മിലുള്ള അകലം ഇനിയും നീണ്ടു പോകരുതെന്നും ഉടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ആൽഫിയും നീയും കൂടിയാണ് അനുവിനെ തിരികെ ശിവക്കൊപ്പം ഓഫീസിലേക്ക് വിട്ടത്. അപ്പോൾ ഈ ഓഫീസിലെ ബോസും അസിസ്റ്റൻ്റൊക്കെ ആയാൽ പിണക്കൊക്കെ മാറും അല്ലേ പെണ്ണേ? മുന്നിൽ നിൽക്കുന്നവളുടെ ഇടുപ്പിൽ പിടിച്ച് വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് കുറുമ്പോടെ ചോദിച്ചു ആൽഫി. ഓവല്ലോ, അതാണല്ലോ നിങ്ങൾ കൂട്ടുകാരന്മാർ രണ്ടുപേരുടെയും മെയിൻ ആയുധം. ബോസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊന്നും പറയില്ലല്ലോ. എന്ത് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുകയും വേണം. ദുഷ്ടൻ. എന്നെ തന്നെ എന്തോരം വാട്ടം കറക്കി. അവൻ്റെ തോളിൽ കൂടി ഇരു കൈകളും ഇട്ട് ചേക്കൻ്റെ ചമ്പൻ താടിയിൽ പിടിച്ച് കളിയോടെ പറഞ്ഞു നീയ. പയ്യ വലി പെണ്ണേ, എല്ലാം കൂടി ഇങ്ങ് പോരും. പിന്നെ ഇതെല്ലാം എൻ്റെയാ. ഞാൻ തോന്നുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. കുറുമ്പോട് അവൻ്റെ താടിയിൽ തലോടി പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി ആഞ്ഞിപ്പിച്ച് നീയും. ഡേ പുല്ലേ, വേണ്ടട്ടോ. നീ ആ കളി ഒന്ന് മാറ്റി പിടിച്ചേക്കേ. ഇല്ലേലേ എൻ്റെ പെണ്ണിന് താങ്ങുവേല. നിനക്ക് തന്ന പ്രോമിസൊക്കെ ചിലപ്പോൾ ഞാനങ്ങ് തിരിച്ചെടുക്കുവേ. പെണ്ണിൻ്റെ ഇടുപ്പിൽ വെച്ച പിടിമുറുക്കി കള്ളച്ചിരിയോട് അവൻ പറഞ്ഞതും നീയുടെ കുഞ്ഞിക്കണ്ണൊന്നും വിഴിഞ്ഞു. അയ്യോ എന്നും പറഞ്ഞവൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയതും അവിടെ നിൽക്കടി കോപ്പേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവളെ വീണ്ടും നെഞ്ചിലേക്കിട്ട് ചിരിയോട് അടക്കി പിടിച്ചു ആൽഫി. അപ്പോ ഇനി അടുത്തതെന്താ? അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് നീയെ ചോദിച്ചു. അടുത്തത് നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയുടെ തലക്കെട്ടിൽ ആദ്യം അടി കൊടുക്കണം. നീ വാ, കാണിച്ചു തരാം. ചിരിയോടെ പെണ്ണിന്റെ കവളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞതും അവളുമായി മുറിയുന്ന പുറത്തേക്ക് നടന്നു ആൽഫി.
ആ ഈ കയ്യിന് ശരിയാവാൻ പോകുന്നില്ല പെണ്ണെ, നീ വെറുതെ നിന്റെ ആരോഗ്യം കളയണ്ട. ലിയോണിന്റെ വലത് കൈ തന്റെ തോളിലേക്ക് എടുത്തു വെച്ച് ആ കയ്യിൽ എണ്ണ തിരുമ്പുവാണ് കാർത്തിക. അപ്പൊ അവളെ ചോടിപ്പിക്കാനായി ഓരോന്ന് പറയുവാണ് ലിയോണ്. ഓ 6 മാസമായിട്ട് തളർന്നിവിടെ കിടന്നപ്പോ ഡോക്ടറേറ്റ് എടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. അവന്റെ പറച്ചിലിൽ ദേഷ്യം വന്നവൾ മുഖം കൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അവന്റെ വൈവിരൽ പിടിച്ച് ആഞ്ഞു വലിച്ചു കാർത്തു. ആ ലിയോൺ അലറി. അയ്യോ സോറി ഏട്ടാ, വേദനിച്ചോ? ഞാൻ അറിയാതെ പെടുന്ന ദേഷ്യത്തിൽ ചെയ്തു പോയതാ, സോറി ഏട്ടാ. ലിയോണിന്റെ കരച്ചിൽ കേട്ട് പേടിച്ചു പോയ കാർത്തവന്റെ കൈ പിടിച്ച് തൂത്തു വിഷമത്തോടെ ചോദിച്ചു. ലിയോൺ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടി പൊട്ടിക്കളി, ആ കയ്യിൽ നീ അടിക്കുന്നത് പോയിട്ട് അത് പിടിച്ച് ഓടിച്ചാൽ പോലും ഞാൻ അറിയത്തില്ലടി പെണ്ണെ. പിന്നെ എങ്ങനെയടി മന്ദബുദ്ധി എനിക്ക് വേദനിക്കുന്നേ? അവൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞവളെ കളിയാക്കിയതും കാർത്തൂന്റെ ചുണ്ട് അരിശത്തോടെ വീർത്തു. പോക്കോണം, മനുഷ്യൻ നല്ല ജീവൻ അങ്ങ് പോയി, ദുഷ്ടൻ. ആരിശത്തിൽ അവന്റെ കായോടെ ചാടി എഴുന്നേറ്റ് കാർത്തു. അയ്യോ എടി, ഞാൻ ചുമ്മാ തമാശ കാണിച്ചതല്ലേ പെണ്ണേ, പോവല്ലടി, ഈ ചിരി കൂടി തിരുമ്മിട്ട് പോവും. കെറുവിച്ച് എഴുന്നേറ്റ് അവളെ നോക്കി കളിയോടെ വിളിച്ചില്ലയോ. തന്നെ താങ്ങ് തിരുമിയാൽ മതി, ഒരു കൈക്കല്ലേ കുഴപ്പമുള്ളൂ. ഇനി കാർത്തൊന്ന് വിളിച്ചോണ്ട് പോ, ഞാൻ കാണിച്ചു തരാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്ന് എണ്ണയും ചൂട് പിടിച്ച വെള്ളവും ഒക്കെ എടുക്കാൻ തുടങ്ങി കാർത്തു. അവളുടെ ദേഷ്യവും പറച്ചിലും കണ്ട് ചിരിയോടെ ലിയോൺ പെണ്ണിനെ നോക്കിയിരുന്നു. അവനോട് ദേഷ്യപ്പെട്ടെങ്കിലും അവന്റെ ചിരിയും വർത്താനൊക്കെ ശരിക്കും കാർത്തോണ് സന്തോഷിച്ച്. ഇന്നലെ ആൽഫിയുടെ വീട്ടിൽ വെച്ച് വിനുവിനെ കണ്ടതും വീണയെ പറ്റി സംസാരിച്ചിട്ട് വന്നപ്പോൾ തൊട്ട് നെഞ്ചു വീങ്ങി നടക്കുവാണ് അവൻ. ഇന്നിങ്ങനെ മതിമറന്ന് ചിരിക്കുന്നത് കാണുകെ കാർത്തൂന്റെ മനസ്സ് നിറഞ്ഞു. പെട്ടെന്ന് ലിയോണിന്റെ ഫോൺ റിങ് ചെയ്തു. ആൽഫിയായിരുന്നു. എന്താടാ? ലിയോൺ കോൾ അറ്റൻഡ് ചെയ്തു. അളിയനാ ന്യൂസ് ചാനൽ വെക്ക്, നിന്റെ പെങ്ങളെ പിടിച്ചിവിടെ ഇവിടെ മുന്നിലിരുത്തിയിട്ടുണ്ട് ഞാൻ. ആണോ? എന്നാ നോക്കട്ടെ. സന്തോഷത്തോടെ ആൽഫിക്ക് മറുപടി കൊടുത്ത് ലിയോൺ കോള് കട്ട് ചെയ്തു. കാർത്തു നീ ആ TV ഒന്ന് ഓൺ ചെയ്തേ, ആ ന്യൂസ് ഒന്ന് വെച്ചേ. ലിയോൺ പറഞ്ഞതും കാർത്തു വേഗം TV ഓണാക്കി ന്യൂസ് ചാനൽ വെച്ച് കൊടുത്തു. തരകൻ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ്. തരകൻ ബിൽഡേഴ്സിന്റെ ആസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടന്നത്. ഗവൺമെന്റിൽ നിന്നും മറച്ചുവെച്ച കോടിക്കണക്കിന് വരുന്ന രൂപയുടെ കള്ളപ്പണമാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. തരകൻ ഗ്രൂപ്പ്സിന്റെ ഉടമ ജോൺ തരകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസിലെ വാർത്ത കണ്ട് കാർത്തിക ഞെട്ടലോടെ ലിയോണിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവന്റെ മുഖത്ത് ചിരിയായിരുന്നു, ഒരു വിജയച്ചിരി. തുടരെ വരുന്ന സ്റ്റീഫന്റെ മിസ് കോൾ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് സൂസി. അയാളോട് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആൽഫിയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അവർ വല്ലാതെ ആവലാതിയായി തുടങ്ങി. പെട്ടെന്ന് സൂസിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. അതെടുത്ത് നോക്കിയതും അവരുടെ കണ്ണുകളൊന്ന് വിടർന്നു. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മാരേജ് ഞാൻ ഉടനെ നടത്താം, സ്ഥലവും ഡേറ്റൊക്കെ ഞാൻ പറയും. ആൽഫിയുടെ മെസ്സേജായിരുന്നത്. അത് കാണിയ സൂസിയുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവരുടനെ തന്നെ അതിന് ഓക്കെ എന്ന് റിപ്ലൈ കൊടുത്തു. പെട്ടെന്ന് ആൽഫിയുടെ അടുത്ത മെസ്സേജ് വന്നു. പക്ഷേ ഒരു കാര്യം, കെട്ടിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അത് കണ്ടത് സൂസിയുടെ നെറ്റി ചുളിഞ്ഞു. ഒന്നും മുന്നിൽ കാണാതെ അവനത് പറയില്ല. എന്താവോ അത്? സൂസി ടെൻഷനോട് ഓർത്തു. രാവിലെ ഒരു ജോഗിങ് കഴിഞ്ഞ് റൂമിലെത്തിയ ആൽഫി കാണുന്നത് കുഞ്ഞിപ്പെണ്ണ മടിയിൽ വെച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന നീയാണ്. കുഞ്ഞിപ്പെണ്ണ് എന്തോ പറഞ്ഞുകൊണ്ട് ചിണുങ്ങുകയും നീ അവളെ പതിയെ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താണ്? അപ്പയുടെ മുത്തുമണി അപ്പയെ കൂടാതെ കളിക്കുവാണോ? ആൽഫി ചിരിയോട് അവർക്കടുത്തേക്ക് വന്നിരുന്ന് ചോദിച്ചു. അപ്പനെ കിടന്ന് കുഞ്ഞി നീയുടെ മടിയിൽ കിടന്ന് താലയുത്തി നോക്കി. അപ്പേ, ഉമ്മ മോക്ക് പാപ്പറ്റായില്ല എന്നിട്ട് ചുണ്ട് പിളത്തി പറഞ്ഞു. അതെന്നെ അടിയുക, നീ എൻ്റെ കൊച്ചിന് പാപ്പം കൊടുക്കാത്തേ? അവൻ കുറുമ്പോടെ നീയുടെ എളിയിൽ പിച്ച് ചോദിച്ചതും അവളെ വന്ന് കണ്ണെഴുട്ടി നോക്കി. നിങ്ങളുടെ മോൾ ആവശ്യത്തിന് പാൽ കുടിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ മുതൽ വിശക്കുന്നെന്ന് പറഞ്ഞ് ചെണങ്ങുക. ഞാൻ പാല് കൊടുക്കുമ്പോഴേ കാന്താരി ഉറങ്ങിപ്പോകും, അതും കടിച്ചു പിടിച്ചോണ്ടാ പെണ്ണ് ഉറങ്ങുന്നേ കള്ളി. നീയെ കുറുമ്പിയെ നോക്കി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും ആലിഫ അവളെ നോക്കി. ശരിയാണ്, കള്ളിപ്പണിന് മുഖം കണ്ടാൽ അറിയാം ഉറക്കച്ചടവാണെന്ന്. ആലിഫി കുറുമ്പിയെ നോക്കിയതും അവൻ്റെ നോട്ടം മനസ്സിലായ കുഞ്ഞിപ്പെണ്ണ് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയും പോലെ കണ്ണ് പൊത്തി കാണിച്ചു. ഇവക്ക് വിശപ്പൊന്നും ഇല്ലച്ചോ, എഴുന്നേറ്റപ്പോൾ കുളിക്കാൻ നോത്ത് വിളിച്ചതാ. അപ്പം തുടങ്ങിയ ചിടുങ്കാ പെണ്ണിന് കുറുമ്പ് തിരി കൂടുതലാ. എല്ലാരും കൂടി കൊഞ്ചിച്ച് വാശലാക്കി. ഈ കളിക്ക് വല്ലതും അറിയണം, മനുഷ്യനെ പുറം നടുവും പൊട്ടുവാ. ഉണ്ടൊക്കെ അവൾ വേർപ്പിച്ച് നീയെ നോക്കുന്ന കുഞ്ഞിയെ മുഖത്തൊന്ന് ചെറുതായി കുത്തി നീയെ പറഞ്ഞു. അപ്പോൾ ആൽഫി അവൾ പറഞ്ഞത് ശ്രദ്ധിച്ചു. മേശപ്പുറത്തേക്ക് നോക്കിയതും ഒരു പൊട്ടിച്ചുപെട്ട് പാണ്ട കവർ കണ്ട് അവന് കാര്യം മനസ്സിലായി. ഇപ്പം എന്നാ വേണ്ടേ എൻ്റെ കുഞ്ഞുസിന്?
കുളിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. എങ്ങ് വാ, അവളെ പാപ്പ കുളിപ്പിച്ചോളാം എന്നും പറഞ്ഞ് നീയുടെ മടിയിൽ കിടന്ന കുഞ്ഞിയെ ഭാര്യത്ത് ആൽഫി കുഞ്ഞിപ്പെണ്ണും ആവേശത്തോടെ അവളുടെ പപ്പയുടെ മേത്തോട്ട് കയറി. ഓ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പയും മോളും വരുമ്പോൾ ഞാൻ ഔട്ടാണല്ലോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ചുണ്ട് പെറുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നില്ല. അമ്മ കുമ്പിച്ച് പേങ്ങയപ്പേ, കുഞ്ഞിപ്പെണ്ണ് കൊഞ്ചലോടെ പയ്യ ആൽഫിയുടെ ചെവി പറഞ്ഞു. ഡേ കാന്താരി, എന്റെ പെണ്ണിനെ പറയുന്നു, നിന്റെ അത്രയും കുശുമ്പൊന്നും അവൾക്കില്ലടി കൂർമ്പി എന്നും പറഞ്ഞ് ആൽഫി കുഞ്ഞിപ്പെണ്ണിന് ഉണ്ടക്കവളിൽ മുഖം ഉരസിയതും പെണ്ണ് പൊട്ടിച്ചിരിച്ചു. ആൽഫി മോളുമായി ബാത്റൂമിലേക്ക് പോയി.